എല്ലാവർക്കും നമസ്കാരം. ഇ ഗ്രാൻസിൽ പ്രീമെട്രിക് സ്കോളർഷിപ്പ് SSC കുട്ടികൾക്കുള്ള പ്രീമെട്രിക് സ്കോളർഷിപ്പ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇ ഗ്രാൻസ് വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ പ്രീമെട്രിക്ക് കമ്പോണൻറ്റ് 2, കമ്പോണൻറ്റ് 1 ഇങ്ങനെ രണ്ട് ഭാഗങ്ങൾ കാണാം. കമ്പോണൻറ്റ് 2 എന്നുള്ളത് പ്രത്യേകമായ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് തന്നെ കമ്പോണൻറ്റ് 2 പരിശോധിച്ചാൽ കാണാം. ആരോഗ്യഹാനിക്ക് കാരണമായ ശുചീകരണ തൊഴിൽ ചെയ്യുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പാണ് കമ്പോണൻറ്റ് 2 എന്നുള്ളത്. ഇനി കമ്പോണൻറ്റ് 1 പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രഷ് ആയിട്ടും അതുപോലെ റിന്യൂവലായും ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ കഴിയും. റിന്യൂവൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞ വർഷം അപേക്ഷിച്ച കുട്ടികളുടെ പേര് വിവരങ്ങളെല്ലാം തന്നെ ഇവിടെ ദൃശ്യമാവും. അതിലെ ആവശ്യമായ കുട്ടികളുടെ ഡീറ്റെയിൽസിൽ മാറ്റം ഉണ്ടെങ്കിൽ മാത്രം അത് മാറ്റം വരുത്തി സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ആ ഒരു റിന്യൂവലിൻ്റെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റഡ് ആവുന്നതാണ്. അവിടെ അവരുടെ ഡേ സ്കോളറിൽ അതിൽ മാറ്റമുണ്ടോ അല്ലെങ്കിൽ ഡിസേബിലിറ്റി ഇത് രണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മാത്രം മാറ്റി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റിന്യൂവൽ കംപ്ലീറ്റ് ആവുന്നതാണ്. ഇനി ഫ്രഷ് എൻട്രി ചെയ്യുന്നതിന് വേണ്ടി ഡേറ്റ എൻട്രി കമ്പോണൻറ്റ് 1 ഡേറ്റ എൻട്രി ഫ്രഷ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ സ്കീം സെലക്ട് ചെയ്യാം. പ്രീമെട്രിക് സ്കോളർഷിപ്പ് ഫോർ SSC സ്റ്റുഡൻസ് എന്നുള്ളത്. അതിനുശേഷം ഇവിടെ കുട്ടിയുടെ ആധാർ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ആധാർ നമ്പർ നൽകി ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ കുട്ടിയുടെ പേര് വിവരങ്ങൾ തന്നെ ലഭ്യമാവും. അതിലെ സർട്ടിഫിക്കറ്റ് നമ്പറും വരുമാന സർട്ടിഫിക്കറ്റിൻ്റെയും അതുപോലെ ജാതി സർട്ടിഫിക്കറ്റിൻ്റെയും സർട്ടിഫിക്കറ്റ് നമ്പർ അതിൻ്റെ കോഡുകളും നൽകി മറ്റ് ഡീറ്റെയിൽസ് എല്ലാം പരിശോധിച്ച് അവിടെ താഴെ ആ ഒരു ടിക്ക് മാർക്ക് നൽകി സേവ് ഡേറ്റ ചെയ്യുന്നതോടുകൂടി ആ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആവുന്നതാണ്. ഇനി ഒരുപക്ഷെ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കുട്ടിയുടെ ആധാർ നമ്പർ കൊടുക്കുമ്പോൾ സീഡഡ് അല്ല എന്നൊരു മെസ്സേജ് ചില കേസുകളിൽ വരാറുണ്ട്. കേസുകളിൽ കുട്ടിയുടെ ആധാർ നമ്പർ നൽകി ഗെറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്തിട്ടില്ല എന്നൊരു മെസ്സേജാണ് കാണുന്നതെങ്കിൽ ആ കുട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്യുന്നതിന് വേണ്ടി ബാങ്കിലെത്തി അതിന് നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെടണം. അങ്ങനെ ബാങ്കുമായി സീഡ് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ ഈ ഒരു സ്റ്റെപ്പിലൂടെ ഈ പ്രീമെട്രിക് സ്കോളർഷിപ്പ് വേഗത്തിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് കഴിയും.